ഹായ് എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടാൻ പോകുന്ന ഈ മെഷീനാണ് കൊക്കോ ഷെഡർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം കൃഷിയിടത്തിലേക്ക് ഏറെ ആവശ്യമുള്ള മിക്ക കർഷകർക്കും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു മെഷീനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏലക്കാടുകളിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഏലം പറക്കുന്ന സമയത്ത് അതൊക്കെ ഏലത്തിനിടയിൽ കിടന്ന് ഭയങ്കര നാശകോടാലിയാവും. അത് നമുക്ക് ഉപകാരപ്രദമല്ലാത്ത പല സാഹചര്യങ്ങളുണ്ട്. ഇതൊന്ന് മൂടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല. ഈ തടികൾ മിക്കതും നമ്മുടെ പറമ്പിൽ ഇങ്ങനെ കിടക്കും. അതുപോലെ മുരിക്കിൻ്റെ നമ്മുടെ ഈ കുരുമുളക് കൃഷിയിലാണെങ്കിൽ പോലും മുരിക്കിൻ്റെ തളിപ്പ് കണ്ടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഉയരത്തിലേക്ക് കണ്ടിക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മുടെ കൃഷിയിടത്തിൽ ഇങ്ങനെ ചിതറിക്കിടക്കും. മിക്ക കർഷകർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. ഇതിനെ എങ്ങനെ ഡിസ്പോസ് ചെയ്യാമെന്ന് അവർ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തെങ്ങ് തോട്ടങ്ങളിലാണെങ്കിലും കവുങ്ങ് തോട്ടങ്ങളിലാണെങ്കിലും ഒക്കെ ഈ ഒരു ബാധ്യത വലിയ കാര്യമായി കാണാറുണ്ട്. അതിനൊരു വലിയ ഉപകാരമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മെഷീൻ എന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ വസ്തുവും പൊടിച്ച് അത് വളരെ പൊടിയാക്കി തന്നെ നമ്മുടെ കൃഷിയിടത്തിൽ ഒരു കമ്പോസ്റ്റാക്കി മാറ്റാനുള്ള സാഹചര്യം ഈ മെഷീൻ നൽകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. അതിനൊപ്പം തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ മെഷീൻ്റെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുന്നു. ഇത് നമുക്ക് എവിടെ നിന്ന് വാങ്ങാൻ കഴിയും, ഇത് എത്ര ശതമാനം സബ്സിഡിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും, അതിനൊപ്പം തന്നെ വളരെ എക്കണോമിക്കലായിട്ട് ഇതെങ്ങനെ കേരളത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും, ഈ കാര്യങ്ങളൊക്കെയാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ കൃത്യമായ സ്വാഗതം. ഇതുണ്ടോ നമ്മുടെ ഈ മെഷീൻ വെച്ച് പൊടിച്ചതാണ്. ഇതുണ്ടോ ഇതുപോലെ പൊടിഞ്ഞു കിട്ടും. ഈ തടിയൊക്കെയാണ് ഇതിനും കൂടുതൽ പൊടിയും. അതാണ് അതിൻ്റെ ഒരു സാഹചര്യം എന്നുള്ളത്. ഇതുണ്ടോ ഇതിങ്ങനെ അടിച്ച് തകർത്ത് നമുക്ക് ഈ കൃഷിയിടത്തിനകത്തേക്ക് ഇവനെ ചെതറിച്ചിടാം. ഒരു ഇന്ന ഏരിയയിലൂടെ പോകും. നമുക്ക് ഏത് കട്ടിയുള്ള തടിയും ഇതുപോലത്തെ ഇത് കണ്ടോ, ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള തടിയാണ്. ഇപ്പോൾ ഇവർ ഈ പറമ്പിലൊക്കെ നടന്ന് അന്വേഷിച്ചിട്ട് കണ്ടെത്തിയൊരു സാധനമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിലും കട്ടിയുള്ള ഇതിലും വണ്ണം കൂടിയ തടികളൊക്കെ ആണെങ്കിലും ഇതിലൂടെ സിമ്പിളായിട്ട് അരച്ച് നമുക്ക് പൊടിയാക്കി നമുക്ക് പുറത്തേക്ക് വിടാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം ഇതിനകത്തോടെ അരച്ച് പൊടിയാക്കി പുറത്തേക്ക് വിടാൻ പോവുകയാണ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു പവർ എന്തേരമുണ്ട് എന്നുള്ളത്. നമ്മുടെ കൃഷിയിടത്തിൽ ഇങ്ങനെ പാഴായി വരുന്ന, അതായത് ഇതുപോലെ ഇറക്കുന്ന തേങ്ങയുടെ തൊണ്ട്, കൊക്കോയുടെ തൊണ്ട്, അങ്ങനെ ഏത് സാധനങ്ങളും ഇതുപോലെ ഇതിനകത്ത് പൊടിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ കിടക്കുന്ന എല്ലാം ഇനിയിപ്പോൾ കുറച്ച് കമ്പ് ഒക്കെ ആണെങ്കിൽ പോലും അത് നമ്മുടെ കൃഷിയിടത്തിൻ്റെ ഒരു അരോചകത്വമായി നമ്മുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ ഒരു അരോചകത്വമായിട്ട് കിടക്കണം. അവനെല്ലാം പൊടിച്ച് നമുക്ക് ഇതുപോലെ കമ്പോസ്റ്റാക്കി മാറ്റാം. ഇതുകൊണ്ടോ നമ്മളിപ്പോൾ പൊടിച്ചതെല്ലാം നല്ല അടിപൊളിയായിട്ട് പൊടിഞ്ഞ് ഇതിനകത്തൊരു ബ്ലേഡ് കൊണ്ടുണ്ട്. ആ ബ്ലേഡ് ആഡ് ചെയ്യണമെങ്കിൽ അടിപൊളിയായിട്ട് നല്ല പൊടി പോലെ വരും. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലേഡ് ഇല്ലാത്തതുകൊണ്ടാണ് നല്ല രീതിയിൽ പൊടിഞ്ഞിങ്ങനെ ചെതറി വരും. ഇനി വേണമെന്നുണ്ടെങ്കിൽ മാറ്റി നമുക്ക് ഈ ഒരു കാണുന്ന ഒരു പോർഷനിൽ നമുക്കൊരു ചാക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇവനെ നമുക്ക് സേവ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് ശേഷം നമുക്കത് കമ്പോസ്റ്റാക്കി മാറ്റാം. അല്ലെങ്കിൽ ഇതിങ്ങനെ കിടന്നാൽ തന്നെ പെട്ടെന്ന് അഴുകി ഒരു തീരുമാനം ആയിക്കോളും. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊടിക്കുന്ന കാണാം, ഈ ഒരു സാധനം എന്നുള്ളത്. ഒന്ന് പൊടിച്ചാലോ? ഓക്കെ, ഇതുകൊണ്ട് അവൻ ചുമ്മാ അടിച്ച് തകർത്ത് പൊടിച്ച് എല്ലാ സാധനങ്ങളും ഇതുപോലെ പൊടിച്ച് നമ്മുടെ കൃഷിയിടത്തിലൂടെ വിതറിച്ച് തരും. നമ്മൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എഞ്ചിൻ്റെ പവർ എത്രയാണ്? ഇത് വന്നിട്ട് നമ്മുടെ പെട്രോൾ എഞ്ചിന്റെ ആണ്. 20 HP ആയിരിക്കും ഇതിന്റെ പവർ എന്ന് പറയുന്നത്. പെട്രോൾ ആണ് ഇത് പ്രവർത്തിക്കുന്നത് അല്ലേ? അതെ. ഓക്കെ. ഇതിന്റെ ഒരു മൈലേജ് എങ്ങനെയുണ്ട്? നമുക്കിപ്പോൾ 1 മണിക്കൂറിൽ ഒരു 1 ലിറ്റർ പെട്രോൾ വെച്ചിട്ട് ഓടിക്കാൻ പറ്റും. അങ്ങനെയാണ് അതിന്റെ ഒരു ഇതെന്നുള്ളത്. ഓക്കെ, അതിന്റെ ഒരു പവർ RPM എത്ര വരും ഇതിന്റെ? ഇതിന്റെ എഞ്ചിന്റെ RPM നോക്കുവാണെങ്കിൽ നമുക്കൊരു 3600 RPM വരെ ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ഫുള്ളും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നല്ലേ? അല്ലേ? മൊത്തത്തിൽ മാനുഫാക്ചർ. ഓക്കെ, നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ പൊടിച്ചെടുക്കാൻ പറ്റും? നമുക്കതിനകത്ത് മടല്, തേങ്ങയുടെ തൊണ്ട്, മരക്കമ്പ്, വാഴ, അതുപോലെ ഇതൊക്കെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, നമ്മൾ ഇത് ഇപ്പോൾ ഇത് പൊടിഞ്ഞു വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് ഒരു തീരെ നൈസായിട്ട് പൊടിയായിട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയത്. അപ്പൊ അത് നമുക്ക് തോന്നുന്നില്ല. അത് എന്താ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പൾവറൈസർ അറ്റാച്ച്മെന്റ് ഉണ്ട്. അതായത് നമ്മൾ ഈ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു പൾവറൈസർ ഒരു 14 ബ്ലേഡുള്ള അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് ഫിക്സ് ചെയ്യും. അത് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫൈൻ ആയിട്ട് പൊടിഞ്ഞു കിട്ടും. നന്നായി പൊടിഞ്ഞു വരും. നന്നായി പൊടിഞ്ഞു വരും. ഓക്കെ, നമുക്ക് ഇതിന്റെ ഈ ഒരു എഞ്ചിൻ ഏതിന്റെ ഇരിക്കുന്നത്?
നമ്മൾ വന്നിട്ട് ജാപ്പനീസ് ടെക്നോളജിയിലാണ് എഞ്ചിൻ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇവിടെ തന്നെ ചെയ്യുന്നത്. അപ്പൊ ഇതിന് വാറണ്ടി സംവിധാനങ്ങളെ കുറിച്ച് വാറണ്ടി പറഞ്ഞാൽ നമുക്കിപ്പോ മെഷീൻ വന്നിട്ട് 1 വർഷത്തെ വാറണ്ടിയും അതുപോലെ ബ്ലേഡിന് 2 വർഷത്തെ വാറണ്ടി വരുന്നുണ്ട്. ഈ ബ്ലേഡ് ഫ്രണ്ടിലുള്ള ബ്ലേഡ്, നമ്മുടെ ഈ ബ്ലേഡ്, ഓക്കെ ഓക്കെ ഓക്കെ, ഇതിനുള്ളിലുള്ള ബ്ലേഡ്. നമുക്ക് ഇതിന്റെ ഒരു വിലഭാവം കൂടെ ഒന്ന് പറയാമോ? വില ഇപ്പൊ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ മെഷീൻ 20 HP ആണല്ലോ, അതുകൊണ്ട് തന്നെ 1,19,990 മെഷീന് ശരിക്കുള്ള വില. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടും, ഇത്രയും വില കൊടുത്ത് ഇത് നമ്മുടെ കൃഷിയിടത്തിൽ വെച്ച് പൊടിക്കണോ എന്ന് നമ്മൾ ആലോചിക്കും. അപ്പൊ അതിനൊക്കെ വേണ്ടിയാണ് നമ്മുടെ MDM 50,000 രൂപ സബ്സിഡി ഒക്കെ ഇഴിച്ചിട്ട് 69,990 ഇപ്പൊ മെഷീൻ. അതായത് 1.5 ലക്ഷം രൂപയുടെ സാധനം വെറും 69,000 രൂപയ്ക്കാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. അത് നിങ്ങൾ വിചാരിക്കും ഇതിപ്പോ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്ക് അല്ലെ, ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്കാണ്. അതിനൊപ്പം തന്നെ ഇതിന് EMI സംവിധാനം ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെയാണ് അത് നമ്മൾ ആദ്യം വിളിക്കുന്ന 50 പേർക്ക്. അപ്പൊ ആദ്യം വിളിക്കുന്ന 50 പേർക്ക് EMI സംവിധാനത്തിലും ഇത് ഇവിടെ നൽകപ്പെടുന്നുണ്ട്. കോയമ്പത്തൂരിലാണ് ഈ ഫാക്ടറി ഉള്ളത്. അതെ, കോയമ്പത്തൂർ കോവിൽപ്പാളയം. അതെ, ഇത് ഇനി മറ്റൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് സപ്ലൈ അല്ല, ഏത് ജില്ലയിൽ വേണമെങ്കിലും നിങ്ങൾ പറയുന്ന സ്ഥലങ്ങളിൽ ഇത് സപ്ലൈ ചെയ്യപ്പെടും. അതിനൊപ്പം തന്നെ ഇതിന്റെ സർവീസിങ്ങിനെ കുറിച്ചുകൂടെ ഒന്ന് പറയണം. നമുക്കിപ്പോ ഇവിടെ തമിഴ്നാട് വന്നിട്ട് ഓൾ ഓവർ എല്ലായിടത്തും സർവീസ് സെന്റേഴ്സ് അവൈലബിൾ ആണ്. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഷൊർണൂർ വരുന്നുണ്ട്, ഡോർ സർവീസ് അവൈലബിൾ ആണ്. ഡോർ സർവീസ് അതാകുമ്പോൾ നിങ്ങളുടെ മെഷീൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ വന്നിട്ട് നമ്മുടെ ഫീൽഡ് പേഴ്സൺസ് വന്നിട്ട് നന്നാക്കി തരും. അതായത് നമുക്ക് ആ ഒരു കാര്യം ഓർത്ത് പേടിക്കണ്ട. ഇപ്പൊ വിളിച്ച് ഒരു കുറച്ച് സമയം അവർക്ക് യാത്ര ചെയ്ത് അവിടെ വരാനുള്ള സമയം, അത്രയും സമയത്തിനുള്ളിൽ ഇവർ അവിടെ വന്ന് എന്തായാലും ഈ ഒരു മെഷീൻ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും അവരത് മാറ്റിത്തരും. ഇത് 1 വർഷത്തേക്ക് ഇതിനൊരു വാറണ്ടി ഉണ്ട്. എന്ത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം ലൈഫ് ലോങ് ഈ സർവീസ് വാറണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു മെഷീൻ്റെ വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും, തേയ്മാനം നമ്മുടെ ബ്ലേഡിനുണ്ടായാലും അത് 2 വർഷത്തേക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട്. അതിനുശേഷമാണെങ്കിൽ ഈ ബ്ലേഡ് ഇതെല്ലാം ഇവിടെ തന്നെ കോയമ്പത്തൂരിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഒരു പാർട്സ് പോലും കിട്ടാനില്ലാതെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇനിയിപ്പം ഏതെങ്കിലും പാർട്സ് കിട്ടാനില്ലെങ്കിൽ നിങ്ങൾ കോയമ്പത്തൂർ വന്നു കഴിഞ്ഞാൽ പോലും വാങ്ങാൻ കഴിയും. നമ്മൾ ആ വിശേഷങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ മറ്റെന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? പിന്നെ പോരാ തന്നെ സെൽഫ് സ്റ്റാർട്ട് ആണ് മെഷീൻ. അത് വലിയൊരു പ്രത്യേകതയല്ല, അതൊരു വലിയ അനുഗ്രഹമാണ് സെൽഫ് സ്റ്റാർട്ട് എന്നുള്ളത്. നിങ്ങൾക്ക് അതാകുമ്പോൾ വലിച്ച് സ്റ്റാർട്ട് ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, ഒറ്റ ഞെക്ക് മതി സാധനം സ്റ്റാർട്ട് ആയിക്കോളും. പിന്നെ എനിക്ക് മറ്റൊന്ന് നല്ല വെയിറ്റ് ഉള്ള ഒരു മെഷീനാണ്. കാരണം ഇത്രയും സാധനങ്ങൾ പൊടിച്ചു പോകണമെങ്കിൽ ഇത് നല്ല വെയിറ്റ് വേണം. എനിക്കിതിനകത്ത് തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സംവിധാനം നിങ്ങൾ ഇതിൽ അറ്റാച്ച് ചെയ്യുമായിരുന്നെങ്കിൽ, കാരണം ഇതിൽ തന്നെ ഈ ടയർ കറങ്ങാനുള്ള ഒരു സംവിധാനം കൂടെ കൊടുക്കുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇതിങ്ങനെ കൃഷിയിടത്തിലൂടെ ഓടിച്ചോണ്ട് പോകാൻ പറ്റും. അതിനാണ് നമ്മൾ റൊട്ടേറ്റിംഗ് വീൽ കൊടുത്തേക്കുന്നത്. നമുക്ക് തള്ളിക്കൊണ്ട് പോകാം. ഈ ഹാൻഡിലിന് താഴെ നോക്കാം, നമുക്ക് റൊട്ടേറ്റിംഗ് വീൽ വരുന്നുണ്ട്. ഓക്കെ, അഥവാ തിരിക്കണമെങ്കിൽ തിരിക്കാം. വളരെ സിമ്പിൾ ആയിട്ട് തിരിച്ചോണ്ട് പോകാം അല്ലെ, അങ്ങോട്ട് തിരിക്കണമെങ്കിൽ തിരിക്കാം. അതുപോലെ ഈ റൊട്ടേറ്റിംഗ് വീലിൽ ലോക്കിംഗ് മെക്കാനിസം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് അവിടെ ആ വീലിൽ ലോക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ടയർ എന്ന് പറഞ്ഞാൽ നല്ലതാണ്. നമുക്ക് ചെളിക്കാത്തവരൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം ഇറക്കിക്കൊണ്ട് പോകാം അല്ലേ, കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ അങ്ങനെ ഒരു മെഷീനാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതുപോലെ നമുക്കിത് ട്രാക്ടറിൽ അറ്റാച്ച് ചെയ്യാം, പവർ വീഡറിലും അറ്റാച്ച് ചെയ്യാം. പവർ വീഡറിന്റെ PTOയിലും ട്രാക്ടറിന്റെ PTOയിലും അറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അങ്ങനെ കൃഷിയിടത്തോടെ ഓടിച്ചോണ്ട് പോകാം അല്ലേ. ഓക്കെ, അങ്ങനെ ഒരു കാര്യം കൊണ്ടുണ്ട്. പിന്നെ ഇതിന്റെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിന്റെ ഈ തകിടും ഈ സംവിധാനം എല്ലാം വളരെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അല്ലേ. അതുപോലെ നമുക്കിപ്പോ ബ്ലേഡ് ഒക്കെ ഒന്ന് അഴിച്ചൊന്ന് നോക്കണമെങ്കിൽ നമുക്ക് ഇത് സാധനം വന്നിട്ട് എന്താ മറിച്ചിടാം. ബോൾട്ട് ഊരിയിട്ട് ഇത് മറിച്ചിട്ട് എന്താ ബ്ലേഡിന് എന്തെങ്കിലും ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാനും പറ്റും. വളരെ വലിയ മെക്കാനിസങ്ങളില്ല, വലിയ മെക്കാനിസം വരുന്നില്ല, സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അതായത് നമ്മൾ ഇതിനെ കുറിച്ച് ഈ സെൽഫ് സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുക, പിന്നീട് നമ്മൾ ഈ കണ്ട പോലെ തന്നെ എന്ത് സാധനവും വലിച്ചെറിഞ്ഞ് പൊടിക്കാം. നമ്മൾ കണ്ട് അത് നമ്മൾ വീഡിയോയിലൂടെ കണ്ടാണ്. നമ്മളിത് എഞ്ചിനിൽ മാത്രമല്ല കൊടുക്കുന്നത്, ഇലക്ട്രിക്കൽ ഇത് അവൈലബിൾ ആണ്. ഇലക്ട്രിക് അതായത് ഇതിൽ ഇപ്പം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, 2 എഞ്ചിൻ ഇരിപ്പുണ്ട്. ഒന്ന് ഇതിന്റെ നമ്മുടെ ഇലക്ട്രിക്കലിന്റെ ഒരു മോട്ടറുണ്ട്, അതുപോലെ തന്നെ എഞ്ചിനുമുണ്ട്. ഈ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്രോളിന്റെ ആണ് അല്ലേ. ഇത് ടാങ്ക് എത്ര കപ്പാസിറ്റി? 5 ലിറ്റർ ടാങ്കിലെ ഒരു ഇതുണ്ട്. അപ്പൊ ഈ 2 എണ്ണം ഇത് വെച്ചിട്ടുണ്ട്. അതായത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് കൊടുക്കാം, അല്ലെങ്കിൽ എഞ്ചിൻ എടുക്കാം. ഇലക്ട്രിക് ആകുമ്പോൾ 5 HP മോട്ടർ ആയിരിക്കും, 3 ഫേസ് കണക്ഷൻ ആയിരിക്കും. നിങ്ങൾക്ക് വീട്ടിൽ 3 ഫേസിന് കണക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ നമുക്ക് ബിസിനസ് ആവശ്യങ്ങൾക്ക് ആർക്കെങ്കിലും പൊടിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ചൂസ് ചെയ്യാം. അല്ലാതെ നമുക്ക് എന്തെങ്കിലും നമുക്ക് എഞ്ചിൻ ചൂസ് ചെയ്യാം. എഞ്ചിൻ ആകുമ്പോൾ നമുക്ക് പോർട്ടബിളാ, അങ്ങോട്ട് തള്ളിക്കൊണ്ട് നടക്കാം. ഇലക്ട്രിക് ആകുമ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് ഫിക്സ് ആയിട്ടായിരിക്കും ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതിന്റെ നീളം കുറച്ച് കുറയും തോന്നുന്നു, അങ്ങനെ വരും. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇത് എഞ്ചിനും ഇലക്ട്രിക്കും വേണമെങ്കിൽ നമ്മൾ ഈ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ വലിച്ചു നീട്ടാൻ പറ്റും. ഈ ഫ്രെയിം, ഈ കാണുന്ന ഫ്രെയിം നമുക്ക് ബോൾട്ട് ഊരിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വെക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇലക്ട്രിക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ല എഞ്ചിൻ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഈ 2 എഞ്ചിനും ഒരേപോലെ തന്നെയാണ്, 1 വർഷമാണ് വാറണ്ടി. ഇലക്ട്രിക്കിനായാലും എഞ്ചിനായാലും 1 വർഷമാണ് വാറണ്ടി. ഇവിടെ എന്ന് പറയുന്നത് കൊക്കോ ഷെഡറിന്റെ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഇതുകൊണ്ടോ ഇവിടെ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം.
എന്താ പറയുക, ഈ യൂണിറ്റ് എല്ലാം തന്നെ ഇത് ഇങ്ങോട്ടൊന്ന് കാണിക്കായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇത് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് പറയുന്നത് കണ്ടോ. ഇത് ഇവിടെ തന്നെയാണ് ഇതെല്ലാം അസംബിൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ പറഞ്ഞ കാര്യങ്ങൾ ഇതിൻ്റെ ബ്ലേഡ് അവിടെ വെച്ച് കഴിഞ്ഞു. പിന്നെ ഇത് മോട്ടർ ഇവിടെ വെക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ഒരു യൂണിറ്റാണ്. നമുക്കിത് ഇവിടെ മാനുഫാക്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരും. ഇതുണ്ടോ അതിൻ്റെ ഫ്രെയിമെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞുണ്ടോ ഇതിൻ്റെ നല്ല തകിട് കട്ടി എന്നുള്ളത്, നല്ല കട്ടിയുള്ള തകിടിലാണ് ഇത് ചെയ്ത് വെക്കുന്നത്. നമുക്ക് ഒരിക്കലും ഇത് ഒരു നഷ്ടം ഉണ്ടാകാത്ത രീതിയിൽ വളരെ ക്വാളിറ്റി ബേസ്ഡിലാണ് ഈ സാധനങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ. വളരെ ക്വാളിറ്റിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇതിൻ്റെ എഞ്ചിൻ ഇവിടെ തന്നെയാണ് അസംബിൾ ചെയ്തെടുക്കുന്നതെന്ന്. ഇത് കണ്ടോ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന എഞ്ചിനാണ് ഇത്. നമ്മുടെ MDMൻ്റെ സ്റ്റിക്കർ വെച്ചിട്ട് അവർ തന്നെ ഇതിവിടെ അസംബിൾ ചെയ്തെടുക്കുന്നതാണ്. ഇത് നമ്മൾ ഈ ഒരു യൂണിറ്റ് നോക്കി ഇതിവിടെ ഒരു അണ്ണൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഏകദേശം ഒരു ഫൈനൽ ഫിനിഷിങ്ങിലേക്ക് എത്തുന്ന ഭാഗമാണ്. അപ്പോൾ അതിന് കണ്ടോ ഇവിടെ തന്നെ ഇത് മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ ഒരു യൂണിറ്റാണ്. ഇത് ഇവിടെയും ഉണ്ടാക്കപ്പെടുന്നുണ്ട് കണ്ടോ. ഇപ്പം നമ്മൾ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. നമ്മളതൊരു എന്താ പറയുക ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാനാണ് നമ്മൾ തോട്ടത്തിൽ പോയതെങ്കിലും ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മളിവിടെ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു അടിപൊളി കൊക്കോ ഷട്ടറാണ് പരിചയപ്പെട്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് പാഴ്വസ്തുക്കളായിട്ടുള്ള എല്ലാം, അതായത് നമ്മുടെ ഭൂമിയിൽ അലിഞ്ഞു ചേരാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ജൈവ വസ്തുക്കളാക്കി മാറ്റാൻ പറ്റുന്ന എന്തും ഇതിനകത്ത് പൊട്ടിച്ച് നമ്മുടെ വിളകൾക്ക് തന്നെ വളമായിട്ട് നൽകാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ ഏലത്തോട്ടങ്ങൾക്കും അതുപോലെ തന്നെ കുരുമുളക് തോട്ടങ്ങൾക്കും നമ്മുടെ തെങ്ങും തോപ്പുകൾക്കും ഒക്കെ വളരെ ഉപകാരപ്രദമായ ഒരു സാധനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഹൈ റേഞ്ചിൽ ഈ ഏലത്തോട്ടങ്ങളിൽ നമുക്കറിയാം ഈ ഇതെടുക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ മാറ്റി നമുക്ക് സുഖമാക്കി നമ്മുടെ കൃഷിയിടത്തെ എപ്പോഴും സന്തുഷ്ടമാക്കിയിടാൻ ഈ ഒരു മിഷൻ സഹായിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല കണ്ടുപിടുത്തങ്ങളും നല്ല കർഷകരുമൊക്കെ കാണുന്നവരെ ജോബി ഗാമണി സൈനിങ് ഫ്രം മകരപ്പള്ളി.